പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. മക്കൾ സുരക്ഷിതരല്ല. എങ്ങനെ സുരക്ഷിതരാകും? അവരുടെ വേഷം കെട്ടലുകൾ, അതിലൊരു ഒരു ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണുണ്ടല്ലോ, എന്തെല്ലാം വേഷ കെട്ടിയിട്ടുള്ളത്, മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവൻ. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ഈ 3 കള്ളികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുവാടെ ഇവിടെ നടക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ദിയ കൃഷ്ണ, ഓബൈ ഓസി, കൃഷ്ണകുമാർ, ആ കുടുംബത്തിന്റെ ഇഷ്യൂ എല്ലാവർക്കും അറിയാം. ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. 69 ലക്ഷത്തോളം രൂപ അവിടുത്തെ സ്റ്റാഫുകൾ തട്ടിയെടുത്തു എന്നൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ഇവളുമാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് തെളിവ് സഹിതം ഇവളുമാര് കട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അവര് എന്നെ സമ്മതിക്കുന്നുണ്ട്. സോറി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കള്ളത്തനം കാണിച്ചിട്ട് ഇവളുമാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അത് വളരെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഇടയിലാണ് ഞാൻ മറ്റൊരു സാധനം കാണുന്നത്. ഒരു അപ്പൂപ്പൻ വന്നിരുന്നത് വായി തോന്നി കോതയ്ക്ക് പാട്ട് ഇവളുമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്ര കിട്ടിയെന്ന ഈ അടിച്ചു മാറ്റിയിൽ ഷെയർ കിട്ടിയെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നല്ല പോലെ വന്നിരുന്ന് തലയിൽ തോർത്തും കെട്ടിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയല്ല ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. 1 ടാക്സ് വെട്ടിപ്പ്, ഫ്രോഡ് കുടുംബം, ഗർഭിണി മോളുടെ പ്രസവം അങ്ങ് ജയിലാകും. ഈ ഗർഭിണികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇമാതിരി വർത്തമാനം പറയും. ഇതുപോലത്തെ പരട്ട കളവന്മാർക്കേ സാധിക്കത്തുള്ളൂ പറയാൻ, അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവനൊക്കെ ഇത്ര ബോധമേ ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വയസ്സാം കാലത്ത് കൊച്ചുമക്കൾ വല്ല ഉണ്ടെങ്കിൽ അവർക്ക് വല്ല മുട്ടായി മേടിച്ചു കൊടുത്ത് അവിടെ ഇരുന്ന് വീട്ടിൽ നിന്ന് വല്ല ചാരിയസ് ഇരുന്ന് ഉറങ്ങാതെ പഴയ ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയത്താണ് ഇങ്ങനെ വന്നിരുന്ന ഈ കളവന്മാർ ഗുണയടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇവന്റെയൊക്കെ മനസ്സ്. പിന്നെ സ്വാമിയാണെന്ന് തോന്നുന്നു കേട്ടോ. സ്വാമി ലുക്കിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. പക്ഷെ കാട്ടവരാതമാണ് വായിൽ നിന്നും തുപ്പുന്നത്. അതുകൊണ്ട് സ്വാമിയാണെന്നൊന്നും തോന്നുന്നില്ല. തോർത്തും കെട്ടി ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാർട്ടിപരമായിട്ട് സംഗീ കുങ്ങി എന്നുള്ള സെറ്റപ്പിൽ അടിച്ച് ആ ഒരു സെറ്റപ്പിൽ കൊണ്ടുപോകാനുള്ള സെറ്റപ്പാണ് നോക്കുന്നത്. സ്ഥാപനത്തിൽ നടന്ന വൻ മോഷണമാണ്. 69 ലക്ഷത്തോളം രൂപ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കാൽക്കുലേഷൻ നിലവിലുള്ളത്. അവർക്ക് പോലും അറിയത്തില്ല എത്ര പോയെന്ന്. പക്ഷെ ഇത്രയും പൈസ പോയിട്ടും അവർക്കും വലിയ കുഴപ്പമില്ലാത്ത പോലെയൊക്കെ അവർ നിൽക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ജീവിതം എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ ഇവർക്കിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തപ്പോഴാണ് ഇവർ തിരിച്ചണ്ണാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സെറ്റപ്പിൽ നടന്നത്. പക്ഷെ എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കലിപ്പ് കയറ്റിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാര് മീഡിയയിൽ പോയി പറഞ്ഞില്ലേ കാക്കു കീ 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 കീന്ന്, ആ സാധനം കേട്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു വന്നിട്ടുള്ളത്. പൈസ മോഷ്ടിച്ചതും പോരാ അതിന് വർഗീയത പറഞ്ഞ് ജാതിപരമായിട്ട് വിക്ടിം കാർഡ് ഇറക്കി അങ്ങനത്തെ സെറ്റപ്പിൽ ഇവളുമാര് കളിച്ചില്ല, നാറികളി. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു വന്നത്. നീയൊക്കെ പൈസ അടിച്ചു മാറ്റി ആ കുറ്റബോധം പോലും ഇല്ലാതെ നീയൊക്കെ ഇവരെ നെഞ്ചത്ത് ചെളികാരി അടിക്കുന്ന പരിപാടി ചെയ്തില്ലേ, അതോടെ എനിക്ക് ഏറ്റവും കൂടുതൽ വലിച്ചേറി ഒട്ടിക്കാൻ തോന്നിയത്. പിന്നെ 1 രൂപ കട്ടാലും 1 കോടി കട്ടാലും കള്ളം തന്നെയാണ്, കള്ളി തന്നെയാണ്. അതിന് ഒരു മാറ്റമില്ല. ഇനി നമ്മുടെ അപ്പൂപ്പന്റെ കൊണയടിയിലോട്ട് പോവാം. ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് 3 പെൺകുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇതുവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിന്റെ മൂർച്ച ഇവരിലൂടെ നമ്മളും അറിയേണ്ടതുണ്ട്. ആണോ? ഒറ്റയ്ക്ക് മാറിയിരുന്ന ഏതായി മുക്കി പോയിരുന്ന അറിഞ്ഞാൽ മതി. 3 പാവം പെൺകുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഓ, സ്വന്തം മക്കളായിരിക്കും, അല്ലാതെ ഇങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല. 3 കള്ളികൾ, മോഷണം നടത്തിയ കള്ളികൾ. അതിന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. കുറെ ലക്ഷം കൊണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് പിന്നെ ഇനി ഇതിന്റെ അപ്പുറം എന്താണ് അറിയേണ്ടത് അപ്പൂപ്പന്? സംഘപരിവാർ അക്രമമെന്ന്. തനിക്കൊക്കെ ഉളുപ്പില്ലേ ഇതിനെയൊക്കെ പാർട്ടിപരമായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ? ഒരു സ്ഥാപനത്തിൽ നടന്ന മോഷണമാണ്. ആ മോഷണം നടത്തിയിട്ട് ഇവളുമാര് വന്ന് ജാതിയുടെ വിക്ടിം കാർഡ് ഇറക്കി. നിങ്ങൾ കേട്ടാ? കണ്ടു കാണുമല്ലോ. കാണാതൊന്നും ഇത്രയൊന്നും കൊണയടിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും വന്നിരുന്ന് വെളുപ്പിക്കുകയാണ് ആ 3 കള്ളികളെ, മോഷണം നടത്തിയ 3 കള്ളികളെ. ഏറ്റവും വലിയൊരു തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. മോഷണത്തിനപ്പുറം ജാതി വിക്ടിം കാർഡ് ഇറക്കി ഇത്രയും നാറിയ പരിപാടി ചെയ്തിട്ട് അതിന്റെ കൂടെ അവരെ ചെളിവാരി അടിക്കാൻ നോക്കി. അവർ കൊണ്ട് ഇവളുമാർക്കെതിരെ കേസ് കൊടുത്തപ്പോ ഇവളുമാരെ അറസ്റ്റ് പോലും ചെയ്യാണ്ട് ഇവളുമാര് കൊടുത്ത കൗണ്ടർ കേസിനാണ് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്താണ് അവിടെ നടന്നത്? എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ചോദിക്കുക. അറിയാൻ പാടില്ല എന്താണ് അവിടെ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവളുമാര് കൗണ്ടർ കേസ് കൊടുത്തു, തട്ടിക്കൊണ്ടുപോയെന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് അങ്ങനെ ഇങ്ങനെ ചവറ കണക്കിന് കേസ് കൊടുത്തിട്ടുണ്ട്. FIR ഇട്ട് ഇപ്പൊ FIR ഓൺലൈനിലൊന്ന് മുക്കിയെന്നും പറയുന്നുണ്ട്. മറുനാടനാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സത്യത്തിൽ നടക്കുന്നത്? തന്നെ പോലുള്ള കിളവന്മാർ വന്നിരുന്നിട്ട് വേറെ എന്തൊക്കെയാ പറയുന്നു? ജാതിപരമായും മതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വളച്ചൊടിച്ചോണ്ട് പോകുന്നു. തനിക്കൊന്നും ഉളുപ്പില്ലേടേ? എന്തുവാടേ? കാര്യമറിയാതെയാണ് ഇപ്പൊ കുറെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, ഒരു കട തുറക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ജോലി കിട്ടാൻ കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് അന്നം മുട്ടാതിരിക്കാൻ വേണ്ടി ജോലി കൊടുത്തപ്പോ ഇവരുടെ അന്നം മുട്ടിക്കാൻ ശ്രമിച്ചില്ലേ? ഈ രീതിയിൽ ഈ കടയുടെ ഉടമസ്ഥനും അയാളുടെ കൂട്ടത്തിലുള്ള സൈന്യം, 5 പെണ്ണുങ്ങളുടെ സൈന്യവും അവരെ വെള്ളപൂശിക്കൊണ്ട് മറ്റുള്ളവരെ നന്ദി കെട്ടവരായിട്ടും മോഷ്ടാക്കളായിട്ടും
സമൂഹത്തിൽ നിന്റെ തല തെറിപ്പിക്കുന്നതാണ് ഫോണിൽ കൂടെ പറഞ്ഞത്. നിനക്ക് ഈ സമൂഹത്തെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, നട്ടല് നിവർത്തി നടക്കാൻ കഴിയില്ല, നിന്റെ മോന്ത അടിച്ചു പൊളിക്കുന്നൊക്കെയാ പറഞ്ഞു. മര്യാദക്കാരത്രേ, സംസ്കാരം. ഓഹോ, പിന്നെ മോഷണം നടത്തിയവരെ പിടിച്ച് ഉമ്മ വയ്ക്കാം, ഉമ്മ വെച്ചൂടാടെ. എന്തുവാടെ ഇപ്പൊ ഞാനൊരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൽ ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ കവാല അടിച്ചു പൊളിക്കേണ്ട കേസാണ്. പക്ഷെ അവരുടെ മാന്യത ആയതുകൊണ്ടാണ് അവര് വിളിച്ചിരുത്തി സംസാരിച്ച് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എത്രയൊക്കെ രൂപ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കിയത്. സത്യം പറഞ്ഞാൽ ആരും ഇത്രയും ക്ഷമ കാണിക്കത്തില്ല. ഇവരെന്തുകൊണ്ട് ഇത്ര ക്ഷമ കാണിച്ചെന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്. സീരിയസിൽ പറയാം, ഇത്ര ക്ഷമ കാണിച്ച് ആർക്കിടെ നിൽക്കാൻ പറ്റും? നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടില്ല? അഹാനയൊക്കെ വളരെ മാന്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ആ രീതിയിൽ ഡീൽ ചെയ്യുന്നു. പിന്നെ ദിയാ കൃഷ്ണ തെറി വിളിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എടാ, നിറ വയറായിട്ട് ഗർഭിണിയായിട്ട് ഇരുന്നും കൊണ്ടാണ് അവരാ തെറി വിളിക്കുന്ന. അവരുടെ മാനസിക അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാനാ കൊണ അഴിക്കുകയാണ് വന്നിരുന്ന്. ആ കുട്ടിയും വയറ്റിൽ വെച്ചും കൊണ്ടാണ് അവർ ഇത്രയും തെറി വിളിച്ചത്. അവരുടെ ഫ്രസ്ട്രേഷനാ. അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാനാണെങ്കിൽ ഇതിന്റെ അപ്പുറമേ വിളിക്കത്തുള്ളൂ. പിന്നെ ലക്ഷങ്ങൾ അടിച്ചുകൊണ്ട് പോയാൽ മറ്റേ വായിക്കകത്ത് വിരലിട്ടുകൊണ്ടിരിക്കണോ? നോക്കിക്കൊണ്ടിരിക്കണോ? പോട്ടെ, അവർക്ക് അബദ്ധം പറ്റിയതല്ലേ എന്ന് പറഞ്ഞങ്ങ് വിടണോ? നല്ല ഒന്നാം തരം പ്ലാൻഡ് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കസ്റ്റമേഴ്സിന് ഇവരുടെ QR കോഡും കാണിച്ചുകൊണ്ട് അതിന്റെ അകത്തോട്ട് പൈസ വാങ്ങുകയും അതുപോലെ പുറത്തിറങ്ങിയെന്ന് റെഡി ക്യാഷ് കയ്യിൽ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിനെയൊക്കെ പിന്നെ പൂട്ടിന് പൂജിക്കണോ? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുക. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. ആ കോൺട്രവേഴ്സിയിൽ ഇതേ തട്ടിപ്പായിരിക്കും നടന്നത്. ഇവളുമാര് പൊട്ടിയും ചളിയും സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് വിടുമായിരിക്കും. അല്ലാണ്ട് എന്താ? ഇതെല്ലാം ഇതിന്റെ അപ്പുറം കാട്ടിക്കൂട്ടും. നല്ല ഒന്നാം തരം ടീമാണടെ. ടീം 3 എണ്ണം വെള്ളരിക്ക കട്ടകള്. ഏറ്റവും എനിക്ക് കലിപ്പൊന്ന് ഇപ്പോഴും ഞാൻ റിപ്പീറ്റ്ലി പറയാം, മീഡിയയുടെ മുന്നിൽ പോയിരുന്ന് ഇവളുമാര് സംസാരിച്ച സംസാരമാണ്. ഒരു തരത്തിലും നാറിയ പരിപാടിയെല്ലാം കാണിച്ചു കൂട്ടി. എന്നിട്ട് അവളെയൊക്കെ ന്യായീകരിക്കാൻ കള്ളന് കഞ്ഞി വെച്ചാനാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. മക്കൾ സുരക്ഷിതരല്ല. എങ്ങനെ സുരക്ഷിതരാകും? അവരുടെ വേഷം കെട്ടലുകൾ, അതിലൊരു ഒരു ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണുണ്ടല്ലോ, എന്തെല്ലാം വേഷ കെട്ടിയിട്ടുള്ളത്. മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവൻ വെളിച്ചത്ത് കാണിച്ച്, തൊട കാണിച്ച്, മാറിടം കാണിച്ച്, ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്നിട്ട് പറയും ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ്. അക്കാര്യം പറയാതിരിക്കുക. ഒക്കേഷൻ അനുസരിച്ചിട്ട് മാന്യമായ ഡ്രസ്സ് ധരിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ ഈ അപ്പൂപ്പൻ എന്തിനാണ് ഡ്രസ്സിലോട്ട് വളച്ചൊടിച്ചോണ്ട് പോകുന്നത്? ഇവിടെ മോഷണം നടന്നത് അതിനെ നേരെ ആ രീതിയിൽ വളച്ചൊടിച്ച് കുത്തുകയാണ്. അപ്പൊ ഇവന്റെയൊക്കെ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പെൺമക്കളായാലും ആൺമക്കളായാലും ഒന്നും സുരക്ഷിതരല്ല. എന്തിന്? 2 വയസ്സായ കുട്ടികളടക്കം സുരക്ഷിതരല്ല. പല കേസുകളും നമ്മൾ കാണുന്നുണ്ട്, പല കേസുകളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എന്തിന്? ജനിക്കാൻ വേണ്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഡ്രസ്സിങ്ങിന്റെ പേരിലാണ് സ്ത്രീകൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് ഉള്ള ഒരു വായ്ത്താൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്രസ്സിങ്ങിന്റെ പേരിലൊന്നും അല്ല. ഇവിടെ കുട്ടികളടക്കം സേഫ് അല്ല. എന്താണ് ഈ കുട്ടികളുടെ ഡ്രസ്സിങ്ങിൽ മോശം? കൈക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഡ്രസ്സിങ്ങിൽ മോശം? അല്ലെങ്കിൽ 1-2 വയസ്സായ കുട്ടികളുടെ എന്ത് ഡ്രസ്സിങ്, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാ ഓരോരുത്തന്മാർ കാണിക്കുന്ന പരിപാടികൾ? അപ്പൊ അതിനൊന്നും നിനക്കൊന്നും ന്യായീകരണമില്ല. ന്യായീകരണം ഇങ്ങ് മൊത്തം വേറെ ലെവലിൽ അടിച്ച് വളച്ചോണ്ട് അങ്ങ് പോവുകയാണ്. നല്ല ഒന്നാം തരം ടീമടെ കൊള്ളാം. ഇപ്പൊ പെണ്ണുങ്ങളുടെ ഒരു പുതിയൊരു പരിപാടിയുണ്ട്. അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഒരു പെണ്ണുണ്ട്. ഈ ചുണ്ടത്ത് ചോപ്പ് വെച്ച് തേക്കും. വൃത്തികേടാണ് അത്. ആകാം. ഇപ്പൊ എന്റെ ചുണ്ട് കറുത്തിട്ടല്ലോ, ചോന്നിട്ടാണ്. ഞാനൊന്നും വെച്ച് തേച്ചിട്ടല്ല. പക്ഷെ ഈ ചുണ്ട് മാത്രം, ബാക്കിയെല്ലാം മലയാളിയുടെ പോലെ തന്നെ ബ്രൗൺ കളർ. ചുണ്ട് മാത്രം ആരെ ചുണ്ടിട്ട് ഒരു അടി കൊടുത്ത ചുണ്ട് പൊട്ടിയിട്ട് ചോര ഒഴിക്കുന്ന പോലെ ചുണ്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. സിംഹാനം കുരങ്ങുണ്ട് നമ്മളുടെ സൈഡിൽ വാലിൽ പോയി കഴിഞ്ഞാൽ. സിംഹാനം കുരങ്ങിന്റെ ഈ മുഖം കറുത്തട്ട, മലയാളിയാണല്ലോ, ശരീരം കറുത്തട്ട. പക്ഷെ അതിന്റെ മൂട് മാത്രം, അതിന്റെ ആസനദ്വാരത്തിന് ചുറ്റും മാത്രം ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കാണാം. ഇതുപോലെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ വെച്ച് തേച്ച് ഓരോന്ന് കാണിച്ചു നടക്കുന്നത്. അവരുടെ ഇഷ്ടമാണ്. നമ്മൾ ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ ഇങ്ങനെ ചിന്തിച്ചണ്ട. സിംഗവാലം കുരങ്ങിന്റെ ആസനം വേണമെങ്കിൽ നോട്ടം. എന്തോ പരിപാടി സിംഗവാലം കുരങ്ങിലും ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിച്ചേക്കില്ലല്ലോ. ആരും ചിന്തിക്കാത്ത വഴിയിലാണെങ്കിൽ ചിന്തിച്ചിരിക്കുന്നത്. സിംഗവാലം കുരങ്ങിന്റെ ആസനം കണ്ടാന്ന് കൊള്ളാം. എന്തോ പരിപാടി ഉണ്ട്. മൃഗങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല ആശ. മനസ്സിലായിക്കണം. ലിപ്സ്റ്റിക്കിന്റെ കേസാണ് പറഞ്ഞത്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഈ കുറിയും തൊട്ട് തലയിൽ കെട്ടും കെട്ടി മാലയിട്ട് കയറി ഇരിക്കുന്നത്? എന്ത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതി തോന്നുന്നില്ലേ? അതുകൊണ്ട് കൂടുതലൊന്നിരുന്ന് കൊണയടിക്കാതെ അപ്പൂപ്പ. വയസ്സാം കാലത്ത് എന്തെങ്കിലുമൊക്കെ പോയി കൃഷിപ്പണി ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലാണ്ട് വന്നിരുന്ന് ലിംഗവാലന്റെ ആയിട്ടാണ് കമ്പാരിസൺ. അത് നോക്കി ഇരിക്കുകയാണ്. അപ്പൊ അതായിരിക്കും
ഇങ്ങനെ പരിപാടി മനസ്സിലായി. ഇനി കൃഷ്ണകുമാർ അന്ന് ആ വിഷയം നടന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അത് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിന്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എന്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിന്റെ ബെത്ത് പിടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ കൃഷ്ണകുമാർ ആൾ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസിൽ ഒന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കേണ്ട സാഹചര്യം വന്നു. ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറെ പൈസയുമായിട്ട് വന്നു. 8,80,000 എത്ര രൂപയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് ബാക്കി പൈസ കാര്യം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ എത്ര പൈസ തരാം? അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു 15 ലക്ഷം രൂപ കൂടെ തരാം, 5 വീതം. അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം 3 തവണയായിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട? അടുത്ത നടപടി, ഇനി സെറ്റിൽമെന്റ് വേണ്ട, നമുക്ക് നേരെ കേസിൽ പോകാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി വിശ്വസിക്കുന്നു. അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും. പക്ഷേ കൃഷ്ണകുമാർ ഈ പറയുന്ന ഒരു വ്യക്തത കുറവില്ല. കാരണം ഈ പറയുന്ന ഒരു 23 ലക്ഷം രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുക. 8,83,000 തന്നു ക്യാഷായിട്ട്. 15 ലക്ഷം രൂപ ഇനി തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. അല്ലാതെ വേറെ എന്തോ മാർഗം നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾക്ക് ഇത്ര നഷ്ടം വന്നതല്ലേ? അല്ല, ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളത് ആലോചിക്കും. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ, 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ്, കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലെല്ലാം നിന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്താ ഇന്നത്തെ കാലത്ത് നോക്കുന്നത്? പണം കിട്ടണമെങ്കിലുണ്ടല്ലോ 10-20 വർഷം പോകും. നമ്മൾ ആയസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവം. ഈ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അതായത് കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പണം കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിയും. കേസും കോടതിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ പൈസ തിരിച്ചു കിട്ടുന്നത്. ചിലപ്പോൾ ഇത്രയും കിട്ടിയെന്നും വരില്ല. അതുകൊണ്ടാവണം ഇവർ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പോലെ അല്ലാണ്ട് സെറ്റിൽ ചെയ്യാൻ നോക്കിയത്. സെറ്റിൽ ചെയ്യാൻ നോക്കിയിട്ട് 7-8 ലക്ഷം രൂപ കൊണ്ടുകൊടുക്കുകയും ബാക്കി എന്തോ ചെക്ക് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം രാത്രി ആരോ പറഞ്ഞു കൊടുത്ത മണ്ടബുദ്ധിത്തരം വച്ചിട്ട് ഇവളുമാര് കാണിച്ചു കൂട്ടിയ കന്നം തിരിവാണ് ഇപ്പൊ ഏറി കയറി പോയിട്ടുള്ളത്. എന്നിട്ടും ഇവളുമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവളുമാര് കുറ്റം സമ്മതിക്കുന്ന വീഡിയോ അടക്കം നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവളുമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഏത് ലെവലിലാണ് ഈ കേസ് പോകുന്നത്? അതുപോലെ ഇവര് പൈസ എഴുതിത്തള്ളി എന്ന് പറയുന്ന ഒരു കേസ് പോലെ സംസാരിക്കുന്നുണ്ട്, കിട്ടിയതും കൊണ്ട് പോകാമെന്നുള്ളൊരു മെന്റാലിറ്റിയിൽ. അതെനിക്ക് ഒരിക്കലും യോജിപ്പില്ല കേട്ടാ. ഞാനാണെങ്കിൽ എന്റെ സ്ഥാപനമാണെങ്കിൽ ഇവളൊക്കെ എടുത്ത 1 രൂപ പോലും കുറയാതെ എനിക്ക് തരുന്നത് വരെ ഞാൻ പോരാടും. അത് ഏത് രീതിയിലായാലും. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ വിടേണ്ട കേസൊന്നുമല്ല. എന്തിനു വെറുതെ വിടണം? നിങ്ങളെ പൈസയല്ലേ. ഒരു രീതിയിലും ഇവളുമാരെ വെറുതെ വിടാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഫുൾ പൈസയും തിരിച്ചു പിടിക്കണം. അത് ഇവളും വസ്തു അറ്റാച്ച് ചെയ്തിട്ടായാലും ഇവളുടെ വീടും വസ്തുവും വിറ്റിട്ടായാലും ആ പൈസകൾ തിരിച്ചു വാങ്ങിയിരിക്കണം എല്ലാവളുമാരെ കയ്യിൽ നിന്ന്. എന്തിനാണ് ഇത്രയും ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് ഇവളുമാർക്ക് ഇനി ഒരു ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് നിങ്ങളെ വീണ്ടും മീഡിയയുടെ മുന്നിൽ പോയി ചെളിവരെ അടിക്കാൻ നോക്കി, ചെളിവരെ അടിച്ചു. അതുകൊണ്ട് ഒരു തരത്തിലും ഇനി ഇവളുമാരെ ഒരു കോംപ്രമൈസിനും നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സിന്ധു കൃഷ്ണ പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളൊരു ഫോർമാലിറ്റിക്ക് എന്ന് വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് അത് വളരെ നന്നായി അത് ചെയ്തത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസിന് പോകണം എന്നൊന്നും നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നില്ല. ഇത്രയും വലിയ മനസ്സോടെ നമ്മളൊക്കെ ഇരിക്കുക, ഇത്രയും ബിഗ് എമൗണ്ട് കൊണ്ടുപോയി ഇറങ്ങിയിട്ടും അവരോട് ക്ഷമിക്കാനാണ് നമ്മുടെ. ഇവര് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചു. ഇത്രയും വലിയൊരു സ്കാം നടത്തിയിട്ട് എനിക്കത് യോജിപ്പില്ല. ഒരിക്കലും ക്ഷമിക്കരുത്. പ്രത്യേകിച്ച് ഇത്രയും ലക്ഷം രൂപ, 1 രൂപ എടുത്താലും 100 രൂപ എടുത്താലും 100 കോടി എടുത്താലും കള്ളി എന്നെ കള്ളം തന്നെ. പക്ഷെ ഒരു രീതിയിൽ ക്ഷമിക്കില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത്രയും വലിയൊരു ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് ക്ഷമയാ? ഇനി എന്ത് ക്ഷമ? അതിന് പുറമെ നിങ്ങളെ ചെളികാരി അടിക്കുകയും കൂടി ചെയ്തു വീഡിയോയിൽ. ഇത് ഒരു രീതിയിൽ ക്ഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഇപ്പം നിൽക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ് ടാക്സ് ഇഷ്യൂ. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ചാനലിൽ നിങ്ങൾ ഇട്ടുക, ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ച് അതിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഇടാം. പക്ഷെ നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളും എല്ലാം നാട്ടുകാരറിയും. അതിനോടും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി മറിച്ച് അല്ലെങ്കിൽ പോലീസ് അന്വേഷണമോ കാര്യങ്ങളോ എന്തെങ്കിലും നടത്തിയിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അല്ലാണ്ട് ഇത് ഈ ടാക്സിന്റെ ഒരു ആരോപണം നല്ലോണം നിങ്ങളുടെ ഫാമിലിക്ക് നേരെ നിൽക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.